ലെബനനിൽ ഇപ്പോൾ നടക്കുന്ന കനത്ത വ്യോമാക്രമണത്തിൽ ലെബനൻ മറ്റൊരു ഗാസയാകുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അറിയിച്ചു. അതിന് തൊട്ടു പിന്നാലെ ഇന്ത്യയുടെ പ്രസ്താവന എത്തിയിരിക്കുന്നു. ഇന്ത്യ പറയുന്നത് സ്ഥിതിഗതികൾ തങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്, ഉചിതമായ സമയത്ത് പ്രതികരിക്കുമെന്ന് ഇന്ത്യ പറയുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസം ഫലസ്തീൻ പ്രസിഡന്റ് അബ്ബാസുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഒപ്പം തന്നെ ഇസ്രായേൽ അംബാസഡർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് ഇന്ത്യ ഈ വിഷയത്തിൽ ഇടപെടുകയാണെങ്കിൽ ഒരു വെടിനിർത്തലിലേക്ക് പോകത്തക്ക തരത്തിൽ ഒരു ഇടപെടൽ നടത്തുകയാണെങ്കിൽ തങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നുകൂടി കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ അംബാസഡർ പറഞ്ഞിരുന്നു. അതിനിടയിലാണ് അമേരിക്കയിൽ വെച്ചിട്ട് ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിന് തൊട്ടു മുമ്പ് ഫലസ്തീൻ പ്രസിഡന്റുമായി ചർച്ച നടത്തിയ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഏവരും ഈ ഒരു പ്രസ്താവനയെ കാണുന്ന ഇന്ത്യ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നു എന്നുള്ളത് തന്നെ. ഒപ്പം ഇന്ത്യക്കാരായ അനവധി പേർ ലെബനനിലും മറ്റും ഉണ്ടായിരുന്നു. അവരോട് രാജ്യം വിട്ടു പോകാൻ നേരത്തെ തന്നെ ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ഏതായാലും ഇപ്പോൾ അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളൊന്നും തന്നെ നൽകിയിട്ടില്ല. ഒപ്പം തന്നെ ഇസ്രായേലിലുള്ള ഇന്ത്യൻ പൗരന്മാരോട് അവിടുത്തെ സൈന്യവും ഭരണകൂടവും എന്താണോ നിർദ്ദേശിക്കുന്നത് അത് അക്ഷരം പ്രതി പാലിക്കാനും ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും യുദ്ധം വളരെ ശക്തമായി തന്നെ മുൻപോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഇന്ത്യക്കും കഴിയില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.